ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പോട്ടുകളിൽ നമുക്ക് പോട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എത്ര സൈസുള്ള പോട്ടിലാണ് നമ്മൾ നട്ട് വെക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാ തരത്തിലുള്ള പോട്ടുകളിലും, നമുക്ക് എല്ലാ സൈസിലുള്ള പോട്ടുകളിലും നമുക്ക് നടാൻ പറ്റും. ഏത് പോട്ടിൽ വേണമെങ്കിലും നന്നായി ചെടി പിടിക്കുന്ന ഒരു ടൈപ്പാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഈ കാണുന്ന പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ 5 ഇഞ്ചിൻ്റെ പോട്ടിൽ ഞാൻ അതിലും ചെടി നട്ടു. പക്ഷെ അത് നമ്മൾ ആദ്യം നട്ടിട്ട് ചെടി എന്ത് ചെയ്യും, നിറഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെടി മാറ്റി അതിനെ വലിയ പോട്ടിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന സാധാരണ രീതിയിൽ ഒരു തൈയൊക്കെ എടുത്ത് നടുന്നത് പലപ്പോഴും ചെറിയ പോട്ടുകളിലായിരിക്കും. ചെറിയ പോട്ടുകളിലായിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അതിലിരുന്ന് വേരിറങ്ങി തൈകൾ വന്ന് അതിനുശേഷം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അതുപോലെ അടുത്ത് ഈ പോട്ടെന്ന് പറയുന്നത് ഒരു 6 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ പോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും മോൾ ഭാഗം നല്ല വീതി കൂടിയും അടിഭാഗം വരുമ്പോഴത്തേക്ക് വീതി കുറഞ്ഞതുമായിട്ടുള്ള പോട്ടാണ്. ഇങ്ങനത്തെ പോട്ടാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വീതി അടിഭാഗം കുറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് മണ്ണിന്റെ ആവശ്യമേ വരത്തുള്ളൂ. മുകൾ ഭാഗത്ത് നമുക്ക് തൈകൾ ഇങ്ങനെ നിറഞ്ഞു വരാൻ നല്ല ഒരു സൗകര്യമുള്ള പോട്ടാണ്. ഈ പോട്ടിൽ കണ്ടോ, ഞാൻ ഒറ്റ പ്ലാന്റാണ് നട്ടേക്കുന്നത്. ഈ ഒറ്റ പ്ലാന്റിൽ നന്നായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് പൂ വന്നിരിക്കുന്നത് കാണാം. നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ഫ്ലവറാണ് ഈ ചെടിയിൽ ഒറ്റ പ്ലാന്റിൽ വന്നത്. ഞാൻ പറയുന്ന പോലെ ഒരു പ്ലാന്റ് ആയിരുന്നാലും നമുക്ക് ഇപ്പോൾ വരുന്ന വെറൈറ്റികളിലൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൂ വരുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഈ ചെടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പൂ ഉണ്ടാകുന്ന ടൈപ്പാണ്. ഈ പോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 7 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ പോട്ട് അത് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേ വീതിയിൽ തന്നെ കാണുന്ന പോട്ടാണ്. ഇതുപോലുള്ള പോട്ടുകൾ നമ്മുടെ വീട്ടിൽ ഏത് പോട്ട് നമുക്ക് ആ സൗകര്യത്തിന് കിട്ടുമോ നമ്മൾ അതിലങ്ങ് നട്ടു വെച്ചിട്ട് ഈ പോട്ട് കാണുമ്പോൾ അറിയാം കുറച്ചുകൂടെ തൈകൾ വന്നിട്ടുണ്ട്. തൈകൾ വന്ന് നമുക്ക് അടുത്ത് മാറ്റി വെക്കണമെന്ന് തോന്നുമ്പോൾ മാറ്റി വെക്കാം. നല്ല പൂവാ കണ്ടോ, ഒരു ലൈറ്റ് കളർ റോസും വൈറ്റും കൂടെ ചേർന്ന ഒരു പോട്ടാണ്. നമ്മുടെ പ്ലാന്റ് ഈ പ്ലാസ്റ്റിക് പോട്ടാണോ സിമന്റ് പോട്ടാണോ മൺചട്ടിയാണോ ഏറ്റവും നല്ലതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അതിന് ഇച്ചിരി മൺചട്ടിക്ക് എപ്പോഴും നമുക്കൊരു തണുപ്പ് കിട്ടുന്ന ചെടിയാണ്. ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ്. ചെടിയുടെ വേരിനൊക്കെ നമുക്ക് ചൂട് അടിക്കാൻ ഏറ്റവും പെട്ടെന്ന് ചാൻസ് ഉള്ളതാണ്. പക്ഷേ മൺചട്ടിയിലാകുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാകത്തില്ല, നന്നായിട്ട് ചെടി വളരും. പക്ഷെ നമ്മൾ അതിൻ്റെ പോട്ടിൻ്റെ രീതികളൊക്കെ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ പോട്ടെന്ന് പറയുന്നത് നല്ല പോട്ടാണ്, ഇച്ചിരി കട്ടി കൂടിയതും വീതിയും എല്ലാം. ഈ അടിഭാഗത്ത് അല്പ വീതി കുറവും മോൾ ഭാഗത്ത് വീതി കൂടുതലുള്ളതും നല്ല തൈകൾ ഒത്തിരി വരാനും പെട്ടെന്ന് ഒന്നും സംഭവിക്കാതെ നിൽക്കുന്ന പോട്ടാണ്. പക്ഷെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അടുത്ത് ഈ കാണുന്ന പോട്ടും സെയിം ആണ്, മൺ പോട്ടാണ്. പക്ഷെ ഞാൻ അതിൽ കളർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതൊരു ഡിസൈൻ പോട്ടാണ്. നമ്മൾ സാധാരണ നമ്മൾ കടകളിലൊക്കെ കാണാറുള്ളതാ ഈ ഡിസൈനിലുള്ള പോട്ട്. ഈ ഡിസൈനിലുള്ള പോട്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നിറഞ്ഞ ചെടികൾ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ, നമുക്ക് ചെടി ഒന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് അല്പം പ്രയാസമുണ്ട്. കാരണം ആ പോട്ടിൻ്റെ ആ ഒരു ഡിസൈൻ കാരണമാണ്. നമ്മൾ ആ പോട്ടിനെ നമ്മളെടുത്ത് ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചിട്ട് നമ്മളൊരു തട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ചെടി ഇങ്ങ് വരുന്നത്. അപ്പോഴാണ് നമ്മളെടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഇളക്കിയെടുത്ത് വലിയ പോട്ടിലോട്ട് മാറ്റി വയ്ക്കും. പക്ഷേ ഈ പോട്ട് നമുക്ക് ഇളക്കുമ്പോൾ വളരെ പ്രയാസം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാറ്റി വെക്കണമെന്ന് വരുമ്പോൾ അതിൽ വെക്കാതിരിക്കുന്നത് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു നല്ല പോട്ടാണ് ഈ പോട്ട്. കാരണം നല്ല മോൾ ഭാഗത്ത് നല്ല വീതി കൂടുതലുള്ള നല്ലൊരു വലിയ പോട്ടാണ്. ഇതുപോലുള്ള സൈസിൽപ്പെട്ട പോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഇതൊരു 8 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ അടിഭാഗത്ത് വീതി കുറവും മുകൾ ഭാഗത്ത് വരുമ്പോൾ നല്ല വണ്ണത്തിലുണ്ട്. അപ്പോൾ നമുക്ക് തൈകൾ നിറഞ്ഞു വരാനും
നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള പ്ലാന്റൊക്കെ പോട്ടൊക്കെ നിറയുമ്പോഴും നമ്മൾ മൊത്തത്തിലെടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പ്ലാന്റ് വേറെ പോട്ടിലോട്ട് ആക്കുന്നതാണ് നല്ലത്. നല്ല മനോഹരമായ പൂ കണ്ടുകൊണ്ട് ഇത് പർപ്പിൾ വൈറ്റ് സ്വീറ്റ് എന്ന് പറയുന്ന ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് പൂവാണ്. നല്ല രസമാണ്. പൂക്കൾ ഇപ്പോൾ വരുന്ന വെറൈറ്റി പൂക്കളെല്ലാം ഗ്രൗണ്ട് ഓർക്കിഡ് വളരെ മനോഹരമായ ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പോട്ടിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴേതാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ അതിൽ നമ്മൾ നട്ടുവെക്കുക. തൈകൾ വളരും തോറും നമ്മൾ വലിയ വലിയ പോട്ടുകളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതുപോലുള്ള വേറൊരു പോട്ടാണ് ഇത്. ഈ പോട്ട് എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സൈസാണ്. അത് 8 ഇഞ്ചിൻ്റെയാണ്. അത് മുകൾ ഭാഗം താഴ്ഭാഗം ഒരേ വീതിയിലും ഉള്ള ഒരു പോട്ടാണ്. നല്ല ഒരു പോട്ട് തന്നെയാണ്. മറ്റേതിന് കുറച്ചുകൂടെ അടിഭാഗത്ത് വീതി കുറവും മുകൾ ഭാഗം വീതി കൂടുതലും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് 2 ഭാഗവും ഒരേ ഇതാണ്. ഇത് നല്ല സൗകര്യവും നല്ല സ്പേസും ഉള്ള നല്ലൊരു പോട്ടാണ്. ഇതുപോലുള്ള പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കാനും നല്ല ഭംഗിയാണ്. ഈ പൂവ് നല്ല പൂവാണ്. യെല്ലോ മൂൺ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. നിറച്ച് കൈകളൊക്കെ ഉണ്ടാകുന്നതും പൂക്കളും അത്രയും കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ചെടിയാണ്. ഇതുപോലെയുള്ള പോട്ടുകൾ നമ്മൾ നോക്കി വാങ്ങിച്ച് വയ്ക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ഈ ചെറിയ പോട്ടിൽ നടുക. ഈ ചെറിയ പോട്ടിൽ നട്ട ശേഷം തൈകൾ വന്ന ശേഷം നമ്മൾ ഒരു കാര്യം ചെയ്യുക. ഇതുപോലുള്ള വലിയ പോട്ടിലെടുത്ത് മാറ്റി വയ്ക്കുക. ഈ പോട്ട് ഒരു 10 ഇഞ്ചിൻ്റെ പോട്ടാണ്. നല്ല വീതിയും നീളവും ആയിട്ടുള്ള ഒരു പോട്ടാണ്. ഇതുപോലുള്ള വലിയ പോട്ടുകളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല മനോഹരമായിരിക്കും. ഇത് കുറച്ചുകൂടെ വലിയ സൈസ് പോട്ടാണ്. നമുക്ക് ഇച്ചിരി ചെടിയൊക്കെ ഇച്ചിരി ഹൈറ്റായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ തറയിലൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റായിട്ട് ഇരുന്ന് നന്നായിട്ട് അത്രയ്ക്കും ഇപ്പോൾ ഹൈറ്റും കാണും വീതിയും കാണുന്ന ഒരു ടൈപ്പാണ്. നല്ല വലുതായിട്ടുള്ള ചട്ടികൾ നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പോട്ടുകളിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അങ്ങനെ നിന്ന് പൂക്കളുണ്ടാകും. നിറച്ച് പൂവും വരും. നിറച്ച് തൈകൾ ഉണ്ടാകും. അതിനൊക്കെ ചെടി വലുതാകും തോറും നമ്മൾ വലിയ വലിയ പോട്ടുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചു കൊടുക്കുക. ഈ പോട്ട് നോക്കിക്കേ. ഇതൊരു 8 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ പോട്ടിൽ നട്ട പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. നല്ല നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പോട്ടിൽ ഇനി നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റത്തില്ല. ആ നിലയിൽ ചെടി നന്നായിട്ട് നിറഞ്ഞ് നല്ല ഫ്ലവറോടുകൂടി നിൽക്കുകയാണ്. എല്ലാം മിനിയേച്ചർ ടൈപ്പ് പൂവാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ചെടികളാണ്. നല്ല പൂക്കളാണ്. നോക്കിയേ കാണാൻ നല്ല ഭംഗിയിൽ അത്രയും മനോഹരമായിട്ടുള്ള പൂക്കളാൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പ്ലാന്റുകളെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഈ ഗാർഡനിൽ കാണുന്ന ഈ ചെടികളെല്ലാം പല സൈസിലുള്ള പോട്ടുകളിൽ നട്ടു വച്ചേക്കുന്ന ചെടികളാണ്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ നല്ല ഫ്ലവറോടുകൂടി നിൽക്കുന്നുണ്ട്. ഈ പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പ് വഴി വരിക. ഞാൻ ഈ പ്ലാന്റുകളെല്ലാം അയച്ചു തരുന്നതാണ്. സ്പീഡ് പോസ്റ്റോ DTDC കൊറിയറോ വഴി ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരാം. എൻ്റെ പ്ലാന്റുകളുടെ വിലയെന്ന് പറയുന്നത് 100 രൂപ മുതൽ 400 രൂപ വരെ വില വരുന്ന പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചുള്ള സംശയങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.